ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ളത് വെച്ചാൽ നമുക്കൊരു പുതിയൊരു പ്രാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുണ ഇന്നലെ ചത്തുപോയി. അപ്പം അതിനെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുഴിച്ചിട്ടിട്ടൊന്നുമില്ല, നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ കാണാം, പിന്നെ അതിൻ്റെ തുണേനെയും കാണാം. അതോടൊപ്പം നമ്മൾ ഇന്ന് 3 പ്രാവിനെ പറത്തിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഐറ്റങ്ങളൊക്കെ പറത്തിക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ നേരെ വീഡിയോയൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവുകളൊക്കെ വൈക്കൂട്ടിയിലിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം പാർന്ന് കൊടുക്കാം. ഒരു കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സിറിഞ്ചിലാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവൊക്കെ വെള്ളം കുടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ ഒരു മഴക്കാറിൻ്റെ ലക്ഷണമുണ്ട്. അപ്പം എന്തായാലും നമ്മൾ 3 ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈറ്റങ്ങളെ പറത്തിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ 3 പ്രാവിനെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓല് തുണ പിടിച്ച് പറക്കുന്നുണ്ട് അപ്പുറത്തേക്ക്. നമ്മൾ വിട്ടപ്പോൾ തുണ പിടിച്ച് പറക്കുന്നുണ്ട്. അതാ സൈഡിൽ അങ്ങ് കാണാം, തുണ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റായിക്കോളൂ. അപ്പം അതിൽ ഒരു കുഞ്ഞിനെ വെച്ചാൽ നമ്മൾ പറത്തിച്ചില്ല. അരമണിക്കൂർ പോലെയോ പറന്നുള്ളത്. പറത്തിച്ചില്ല എന്നല്ല, അരമണിക്കൂറോ പറന്നുള്ളൂ. മറ്റേ നമ്മളതിലുള്ള മെയിൻ ആണും പിന്നെ കുഞ്ഞന്മാരിലുള്ള ഒരു കുഞ്ഞനും ഇപ്പോൾ 1 മണിക്കൂറും 43 സെക്കൻഡും പറക്കും. ഏകദേശം 2 മണിക്കൂറാക്കാൻ നോക്കിയായിരുന്നു. അപ്പോഴേക്ക് ഞാൻ എൻ്റെ ഒരു പറക്കാത്ത ഓലമ്മ ഇരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞനെയും കൂടി പറത്തിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ടൈം കയറുന്നത് ഇപ്പോൾ കുറച്ച്. ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര കയറും നോക്കിയാൽ ഇപ്പോഴാണ് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എത്ര പറക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, പ്രാവ് അവിടെ പറക്കട്ടെ. അപ്പം നമുക്ക് പുതിയ പ്രാവിനെ കാണാം. അപ്പം നിങ്ങൾ കാണുന്ന മുന്നിൽ കാണുന്ന ആ പ്രാവാണ് പുതിയത്, ഒരു സബ്ജയിലൊക്കെ വന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ കൈമ പിടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഈ കാര്യം നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. കുഞ്ഞ് ചത്തുപോയി. ഇന്ന് രാവിലെ കൂടി ജീവനുള്ള കുഞ്ഞാനായിരുന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ച്, എന്താ അറിയില്ല. രാവിലെ അത്യാവശ്യം ആക്റ്റീവായിരുന്നു, എന്നാലും ആക്റ്റീവ് ആവുന്ന കുറവായിരുന്നു. സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു രാവിലെ. പക്ഷേ ഇന്ന് കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് ചത്ത് കിടക്കുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. ഇതെന്താ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ചാവുന്നത്? പ്രാവ് നല്ലോണം മരവിച്ചെടുക്കുന്നുണ്ട്. എന്താ കാരണമെന്ന് അറിയില്ല. എന്തായാലും ഇതിനെ നമുക്ക് പുറമേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, ഇന്നലെ ഒരു പ്രാവും ചത്തുണ്ട്, ഇന്നൊരു കുഞ്ഞും ചത്ത്. എന്താണെന്നറിയില്ല, പ്രാവുകൾ മൊത്തം ചാവുകയാണ്. ഇത് ഇന്നലെ ചത്ത ഒരു പ്രാവാണ്. അത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതിൻ്റെ തുണയായിരുന്നു. അപ്പോൾ അതും ചത്തുപോയിട്ടുണ്ട്. അതിനെ ഞാൻ ഇന്നലെ രാത്രിയാണ് നോക്കിയപ്പോൾ ചത്തെടുക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ കവറിലാക്കി. രാത്രി ആയതുകൊണ്ട് കുഴിച്ചിടാനൊന്നും പറ്റിയില്ല. അപ്പോൾ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രാവ്, അതിൻ്റെ തുണയാണ് നേരത്തെ കാണിച്ചതിൻ്റെ. അപ്പോൾ അതും ചത്ത്, ഈ കുഞ്ഞും ചത്ത്. വളരെ വിഷമമായിപ്പോയി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ചത്തേൻ്റെ തുണയായ ആണ് ഇതാണ്. അപ്പം ഈ പ്രാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം പറക്കുന്ന പ്രാവാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിലുള്ള കുഞ്ഞന്മാരില്ലേ, അതിൻ്റെ അച്ഛനും ആണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പം ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. ഇത് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ എനിക്ക് പ്രാവിനെ വേണമെന്ന് വെച്ചപ്പോൾ മൂപ്പര് തന്നതാണ്. അപ്പോൾ നമ്മളിൽ പറക്കുന്ന കുഞ്ഞന്മാരെ അച്ഛനാണിത്. അതിൻ്റെ അമ്മ അപ്പം മരിച്ചുപോയി. എന്ത് പറ്റിയെന്നറിയില്ല, എന്തോ അസുഖമായിരുന്നു,
കിട്ടുമ്പോൾ തന്നെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഈ തൂവൽ വെച്ചാൽ അത്യാവശ്യം നല്ല പറക്കും. ഇപ്പോൾ ഒരു ബ്രീഡിങ്ങിനായിട്ട് വെച്ചതാ, കുഞ്ഞന്മാരെ ഇറക്കാൻ മാത്രം എടുക്കുന്ന, അധികം പറക്കൂല. പിന്നെ വെച്ചാൽ ഇതിന് ആരോഗ്യ പ്രശ്നമുണ്ട്, ഫുഡൊന്നും അധികം എടുക്കുന്നില്ല, ബ്ലേഡ് പോലെ ഉണ്ട്. കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കണ്ണാണ്, ഒരു ഓറഞ്ചിലും മഞ്ഞയിലും വന്ന കണ്ണാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും നല്ല റിങ് പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ അങ്ങ് പുറമേ വിടുക. ആക്റ്റീവിൻ്റെ കുറവൊന്നുമില്ല, അത്യാവശ്യം ആക്റ്റീവാണ്. അപ്പോൾ ഗൈസ് പ്രാവ് പറക്കുന്നുണ്ട്, ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പ്രാവ് മുകളിൽ പറക്കുന്നുണ്ട്. അവർ പറക്കട്ടെ. ഇപ്പോൾ എത്ര മിനിറ്റ് ആയി എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് സമയം എന്ന് വെച്ചാൽ 10 മിനിറ്റ് ആവാനായി. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇപ്പോൾ താന്നാണ് പറക്കുന്നത്. അപ്പോൾ 3 പേരും പറക്കുന്നുണ്ട് തുണയൊക്കെ പിടിച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന പ്രാവിന് നമ്മൾ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായത് കൊണ്ട് നമ്മൾ 2 നേരം തിന്നാൻ കൊടുക്കും. അപ്പം ഒരു തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തേക്കാക്കാം. അപ്പോൾ ഗൈസ് പ്രാവ് പറക്കുന്നുണ്ട്, നല്ല സെറ്റ് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, പ്രാവ് ഹൈറ്റ് കയറുന്നില്ല, ഒരു മീഡിയം ലെവലിലാണ് പറക്കൽ. അപ്പം കണ്ടാൽ മനസ്സിലാവും, ഒരു മീഡിയമാണ്, അധികം ഹൈറ്റ് കയറുന്നില്ല. അപ്പം മൂല അങ്ങ് പറക്കട്ടെ, ഞാനിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പ്രാവ് പറന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ 19 മിനിറ്റായി ഇപ്പോൾ പറന്നിട്ട്. ഇപ്പോഴും പ്രാവ് പറക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, സൈഡിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നല്ല ഹൈറ്റ് കയറിയിരിക്കാതാ, ഞാൻ കാണാത്തതുകൊണ്ടാണ്. പ്രാവ് നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പം 3 പ്രാവും ഹൈറ്റിൽ തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കണ്ട ഗൈസ് 3 നല്ല ഹൈറ്റിലാണ്. ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുമോ അറിയില്ല, സൂം ചെയ്താലോ കുറച്ചും കൂടി വൃത്തിയിട്ട് കാണാൻ പറ്റും. അത്ര വൃത്തി ഉണ്ടാവില്ല, എന്നാലും എന്തായാലും പ്രാവ് ഹൈറ്റിലാണ്. അപ്പോൾ ഗൈസ് പ്രാവ് താന്ന് പറക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമായി പ്രാവ് പറക്കുന്നു. ഇപ്പം കാക്കയൊക്കെ ഉണ്ട്. ഇപ്പോൾ കാക്കകൾ കൂട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഇപ്പോൾ പ്രാവും കാക്കയും ഒരുമിച്ചാണ് പറക്കുന്നത്. ഇപ്പോൾ നല്ല കാർമേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 3:08 വെച്ചാൽ 38 മിനിറ്റ്, 32 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. പ്രാവ് താന്ന് വരുന്നുണ്ട്, മയക്കാറും ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. അപ്പം കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കാൻ നോക്കൂ വെട്ടിട്ട്. അപ്പോൾ ഗൈസ് പ്രാവ് ഇപ്പോൾ പറന്നിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം പ്രാവ് ഇപ്പോഴും പറക്കുന്നുണ്ട്, സൈഡിൽ കൂടെ ആ തെങ്ങിൻ്റെ ആ സൈഡിൽ കൂടെ പറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വെള്ളപ്രാവിനെ കാണിച്ചിട്ട് താഴെ ഇറക്കണം. അപ്പോൾ അത്യാവശ്യം മീഡിയം ലെവലിലാണ് പറക്കുന്ന പ്രാവ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ട് കാണിച്ചിറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്നും വെട്ടിടുന്ന പ്രാവാണിത്, വെള്ളപ്രാവാണ്, നമ്മളെ ആണിൻ്റെ തുണയാണ്. അപ്പം ഇതിൻ്റെ ചിറക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്, ഇത് ഓലമല വന്ന് ഇരിക്കുന്ന കൊണ്ട് വെട്ടിടാനും വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിനെ കാണിച്ചിട്ട് ഐറ്റങ്ങളൊക്കെ ഇറക്കാം. ഇപ്പോൾ താന്നാണ് കുഞ്ഞന്മാർ പറക്കുന്നത്. അപ്പോൾ കുഞ്ഞന്മാർ പെട്ടെന്ന് ഇറങ്ങിത്തരും. അപ്പോൾ നമുക്ക് ഈറ്റങ്ങളൊന്ന് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ പറന്ന എക്സ്പീരിയൻസ് ഉള്ള പ്രാവാണ്, കുഞ്ഞനാണ് ഇറങ്ങി. അപ്പം ഒന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ ഉണ്ട് 2 പ്രാവ് പറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു കുഞ്ഞന് ഓലമലായിരിക്കും മിക്കവാറും ചവിട്ടുക, എന്താ വെച്ചാൽ ചവിട്ട് റെഡിയാവാത്ത പ്രാവാണ്. അപ്പം ആണ് പറക്കുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ ഫോമിലാണ് ആണും പറക്കുന്നത്. അപ്പം കുഞ്ഞാണ് മുന്നിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഐറ്റങ്ങൾ 2 ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ആണതാ ഇറങ്ങാൻ നോക്കുന്ന. അപ്പം അതിപ്പോൾ ഇറങ്ങും. ഓക്കെ, അത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കുഞ്ഞനേ ഉള്ളൂ. ആ കുഞ്ഞൻ ഇനിയിപ്പോൾ എവിടെയാണ് ചവിട്ടുക? ഓക്കെ, അത് അവിടെ ചവിട്ടി, തേക്കുമ്പോൾ ചവിട്ടിയുണ്ട് കുഞ്ഞ്.
അപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞ വായിക്കൊടുമേൽ വന്ന് സ്റ്റാൻഡുമേൽ ഉണ്ട്. പക്ഷേ മറ്റേ കുഞ്ഞ് നമ്മളെ തേക്കുമേലാണ് ഇപ്പോഴും ഉള്ളത്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ തേക്കിൻ്റെ അറ്റത്താണ് ഉള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. കണ്ടോ അവിടെ അനങ്ങുന്നത്. അപ്പം അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തീറ്റ കൊടുത്താൽ അപ്പോൾ താഴോട്ട് വരികയായിരിക്കും. അപ്പോൾ നമ്മൾ തീറ്റ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് പറന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ആ ഓലമ ചവിട്ടുന്ന പ്രാവ് ഇപ്പോൾ 1 മണിക്കൂർ പറന്നുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിട്ട് നോക്കിയപ്പോൾ 20 മിനിറ്റോ പറന്നുള്ളൂ. ഇന്നിപ്പോൾ നല്ലോണം ടൈം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടിലേക്ക് തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വായിക്കൂട്ടിലേക്ക് പ്രാവ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരികയായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് പ്രാവ് അവിടെ നിന്ന് പറന്നുണ്ട്. പ്രാവിനിപ്പോൾ ലാൻഡിങ് ഒന്നും ശരിയാവാതെ പറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് തെങ്ങുമല വീണ്ടും പോയി ഇരിക്കുകയെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ മൈൻഡുള്ള പ്രാവാണ്. വീട്ടിൽ തന്നെ ഇറങ്ങാൻ നോക്കാം. ഇല്ല അവിടെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു തെങ്ങുമല് ചവിട്ടി. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് പറന്നുണ്ട്. നമ്മളെ ഓടുമലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓടുമെന്ന് വായിക്കൊടുമലേക്ക് പറക്കണം. ഓക്കെ അതും പറന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടിലേക്കാക്കാം. വായിക്കൂട്ടിലേക്ക്. അപ്പോൾ വായിക്കൂട്ടിൽ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തെളിച്ചു കൊടുത്താൽ താഴോട്ട് ഇറങ്ങിക്കോളൂ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇറങ്ങിയിട്ടുണ്ട് വായിക്കൂട്ടിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഫുഡ് കഴിച്ചോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ചത്ത പ്രാവിനെ കുഴിച്ചിടാൻ വേണ്ടി നമ്മൾ കുയ്യെടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കുയ്യൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവിനെ അതിലേക്ക് ഇടുകയാണ്. അപ്പം മാക്സിമം കൈമേലെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആക്കണം. അപ്പോൾ ഗ്ലൗസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം കൈ സോപ്പിട്ടൊക്കെ കഴുകും. അപ്പം ഇതാണ് പ്രാവ്. അപ്പോൾ ഇത് നമുക്ക് നേരെ മണ്ണിട്ട് മൂടാം. അപ്പോൾ ഗൈസ് നല്ലോണം മണ്ണിട്ട് മൂടണോ. അപ്പം നല്ലോണം അമർത്തണോ, അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ജീവി വന്ന് മാന്തും. അപ്പം ഇതിൻ്റെ മുകളിൽ കല്ലൊക്കെ വെക്കുകയാണെങ്കിൽ അത് എത്രയും നല്ലത്. അപ്പം ഇതിപ്പോൾ നല്ല ലെങ്തായ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.